ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോക്ക് നമ്മൾ പറയാൻ വേണ്ടി പോകും നമ്മുടെ പൃഥ്വിരാജ് കുമാറിൻ്റെ ചിത്രമാണ് ആടുജീവിതം എന്ന് പറഞ്ഞ ചിത്രം. അപ്പോൾ ആടുജീവിതം റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആടുജീവിതത്തിൻ്റെ എന്താണ് ഫസ്റ്റ് ഷോ റീസൺസ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. റീസൺസ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ആടുജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ. കാരണം ഒരു റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ആടുജീവിതം മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും എന്തൊക്കെയാണ് ആടുജീവിതത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി തന്നെ സംസാരിക്കാം. ആടുജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ പൃഥ്വിരാജ് കുമാരൻ, അമല പോൾ തുടങ്ങിയ പ്രധാന താരങ്ങളായി വന്നിട്ടുള്ളത്. ബ്ലെസ്സിയാണ് ഈ ചിത്രം ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ. ബെന്യാമിൻ്റെ ആടുജീവിതമായിട്ടുള്ള ആസ്പദമായിട്ടാണ് ആടുജീവിതം വരാൻ വേണ്ടി പോകുന്നത്. നജീബ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം നമുക്കറിയാം. ബെന്യാമിൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തെടുക്കാൻ പോകുന്ന നജീബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം തന്നെയാണ്. ആ വ്യക്തി കുറിച്ചാണ്. ആ വ്യക്തിയെക്കുറിച്ച് ഒട്ടും തന്നെ ഒരു മാറ്റവും ഇല്ലാതെ തന്നെയാണ് ആ നോവൽ എങ്ങനെയാണ് സംഭവിച്ചിരിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ മുമ്പിലേക്ക് സിനിമയിൽ വരാൻ വേണ്ടി പോകുന്നത്. ഒക്കെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ റീസൺ എനിക്ക് പറയാനുള്ളത് ബ്ലെസ്സി എന്ന് പറയുന്ന ആയിട്ടുള്ള വിശ്വാസം തന്നെയാണ്. കാരണം ബ്ലെസ്സിക്ക് അറിയാം അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ഇഷ്ട നടനെ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തൻ്റെ ചിത്രത്തിൽ അഭിനയിക്കുന്ന നടനെ പ്രസൻറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. കാര്യം മമ്മൂക്ക് എടുത്ത് നോക്കിയാൽ പളുങ്ക്, ലാലയുടെ എടുത്ത് കഴിഞ്ഞാൽ പ്രണയം, തന്മാത്ര തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങളുണ്ട് ബ്ലെസ്സിയെ കുറിച്ച് പറയുമ്പോൾ. കാരണം ബ്ലെസ്സി വേറെ ലെവലിൽ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരു ചിത്രം എടുക്കുമ്പോൾ അതിൻ്റെതായ ടൈം എടുത്ത് തന്നെയാണ് ചെയ്യുക. ഒട്ടും തന്നെ ബോറടിപ്പിക്കുക അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് കണക്ട് ചെയ്യുന്ന വിധത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ തന്നെ ഓരോ ചിത്രത്തിലും ഉണ്ടാവും. അപ്പോൾ ബ്ലെസ്സി എന്ന് പറയുന്ന ആയിട്ടുള്ള വിശ്വാസം തന്നെ എനിക്ക് ഒന്നാമത്തെ റീസൺ എനിക്ക് പറയാനുള്ളത്. കാരണം ആടുജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ബ്ലെസ്സി ഏകദേശം 12 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പ് തന്നെയാണ് ആടുജീവിതം എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം ആ തിരക്കഥയിലാണെങ്കിലും അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ തയ്യാറെടുപ്പുള്ള അത്ര വർഷം വേണ്ടി വന്നൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്നാമത്തെ റീസൺ ബ്ലെസ്സി എന്ന് പറയുന്ന ആയിട്ടുള്ള വിശ്വാസം തന്നെയാണ്. കാരണം അദ്ദേഹം ഒട്ടും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം. അതിപ്പോൾ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് പൃഥ്വിരാജ് കുമാരൻ എന്ന് പറയുന്ന ആ നടനുള്ള വിശ്വാസം. കാരണം അദ്ദേഹം നമുക്കറിയാം ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് 2-3 ദിവസം ഭക്ഷണം കഴിച്ചില്ല, വെറും വെള്ളം മാത്രം കുടിച്ചു, ശരീരം വളരെ മെലിഞ്ഞു. ആ ജോർദാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചൂടിലൂടെ പുഴകളും നടന്നു, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. എങ്കിൽ പോലും അദ്ദേഹം ഒരു പടത്തിന് വേണ്ടി എത്രത്തോളം ആവണമെന്ന് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ കഥാപാത്രം എങ്ങനെ ആയി തീരുന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനോടൊരു 100% നീതി പുലർത്തുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ടീസറാണ്, ട്രെയിലറാണ്, പോസ്റ്റർ ലുക്കൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. കാരണം നടൻ അതിന് നജീബിന് വേണ്ടി അത്ര എഫർട്ട് എടുത്തിട്ടുണ്ട്. അത് കാണുന്ന പ്രേക്ഷകർ കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനേക്കാൾ ഒരു 100 ഇരട്ടി തന്നെ പ്രത്യേക സുഖം നമുക്ക് തന്നിരിക്കുന്ന കാര്യം യാതൊരു സംശയമില്ല. ഈ അടുത്ത് അദ്ദേഹം പറയേണ്ടായി, ബ്ലെസ്സി എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹമാണ് ഇപ്പോൾ ചിത്രത്തിൻ്റെ എല്ലാമെന്ന്. അതുപോലെ തന്നെ അവർ സംസാരിക്കേണ്ടായി, നമുക്ക് ഈ പടം റിലീസിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഷൂട്ടിംഗ് വീഡിയോ പുറത്ത് വിട്ടാലെന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ടായി. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേണ്ട, കാരണം തിരിച്ചെടുക്കുന്ന വ്യക്തിയെ അതൊരു ബാധിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ നജീബ് എന്ന് പറയുന്ന കഥ നമുക്കൊരു 2.5 മണിക്കൂർ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടെങ്കിൽ പോലും ഒരു റിയലായിട്ടുള്ള ജീവിതത്തിൽ ഒരു വ്യക്തി നടത്തിയ ഒരു കഷ്ടപ്പാട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കഷ്ടപ്പാട് ചെയ്യുമ്പോൾ ഒട്ടും തന്നെ മോശമാക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോട് തന്നെ അവർ യോജിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നും തന്നെ ഒരു നടൻ്റെയും അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയും തന്നെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് മറ്റൊരു ഡിസ് നോക്കി കഴിഞ്ഞാൽ ഇതിൽ അമലാപ്പോളും നല്ല കഥാപാത്രമാണ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അവരും പറയുന്നുണ്ട് ഒരുപാട് കാര്യത്തിൽ തിരിച്ചു വരരുത്. പിന്നെ AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു മ്യൂസിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സോങ്സ് തന്നെയാണ് ഇതിൽ ഒരുക്കി വെച്ചത്. കാരണം ഓരോ പാട്ടും ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മനസ്സിലേക്ക് വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സോങ് തന്നെയാണ് AR റഹ്മാൻ ആടുജീവിതത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ആടുജീവിതത്തെക്കുറിച്ചും ഒരു ഗോട്ട് ലൈഫ്, ഒരു മനുഷ്യൻ്റെ ജീവിതം, ഒരു മനുഷ്യന് ഒരാളായി കഴിഞ്ഞാൽ എങ്ങനെ സംഭവിക്കും, അത് തന്നെയായിരിക്കും ആടുജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊന്നിൽ കാണാം സാധിക്കും. എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നജീബ് എന്ന് പറയുന്ന കഥാപാത്രം, അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് ആ മരുവിൽ നിന്നും നാട്ടിലേക്ക് എത്തിയെന്ന് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. അത് തന്നെയാണ് എനിക്ക് 4ാമത്തെ റീസണായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥാപാത്രം നമ്മൾ പകുതി നോവൽ വായിച്ചിട്ട് പഠിക്കുന്ന കാലത്ത് പക്ഷേ എങ്ങനെ ഓർമ്മയിൽ കിട്ടുന്നില്ല ആ വ്യക്തി എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തിയത് കാണാൻ ഭയങ്കര ആകാംക്ഷയുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് നാട്ടിൽ നിന്നും എത്തിപ്പെടാണ്ട് ഉണ്ടായ സാഹചര്യം കാര്യങ്ങളും കടക്കണിയിൽ നിന്നും ഒക്കെ നമുക്ക് ട്രെയിനിൽ വ്യക്തം തന്നെയാണെങ്കിൽ പോലും നമ്മൾ നേരിട്ട് കാണുന്ന ഒരു ഫീൽ തന്നെയായിരിക്കും. കാരണം ബ്ലെസ്സി എന്ന നടൻ നമുക്കൊരു ഫ്രെയിമിൽ അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ കഥാപാത്രം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന തരത്തിലായിരിക്കും ഒരുക്കി വെച്ചിരിക്കുന്നത്. കാണാനും ഭയങ്കര ആകാംക്ഷയുണ്ട്. അങ്ങനെ സംഭവിക്കാം, അതിൽ യാതൊരു സംശയമില്ല. മറ്റൊരു റീസൺ ട്രെയിലർ വളരെ നല്ല ക്വാളിറ്റി തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം എടുത്തു പറയാനുള്ള ഫസ്റ്റ് തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒരു കൈ കാണിക്കുന്നുണ്ട്. പിന്നെ പൂജകൾ നടന്നുള്ള ആ കാല് ഇങ്ങനെ ചെരിഞ്ഞ് വെച്ചുള്ള നടത്തം, പിന്നെ ഓടുന്ന ഭാഗം കുറച്ച് പാമ്പിൻ്റെ സീൻസൊക്കെ കാണിക്കുന്നുണ്ട്. വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പാട്, ഉമ്മ എന്ന് പറഞ്ഞിട്ടുള്ള വിളി, ഉമ്മ എന്ന് പറഞ്ഞിട്ടുള്ള വിളി തന്നെ മതി ഓരോ പ്രേക്ഷകരെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിക്കാനുള്ളത്. അത് ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മുടെ ആടുജീവിതം ടീം നമുക്ക് വേണ്ടി ഒരുക്കിച്ചെങ്കിൽ അത് യാതൊരു സംശയം ഉണ്ടാവില്ല. ഇത്രയൊക്കെ റീസൺസാണ് ആടുജീവിതത്തെ കാണാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും ആടുജീവിതം ഫസ്റ്റ് ഷോ നമ്മൾ കാണുന്നതായിരിക്കും, റിവ്യൂ ഇടുന്നതായിരിക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരൊക്കെയാണ് ആടുജീവിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എന്തായാലും വളരെ ഹിറ്റ് ചാർട്ടിൽ ഇടം പഠിക്കട്ടെ, മലയാള സിനിമ വീണ്ടും മാറി മറയട്ടെ എന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ നിർത്താണ്. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ബൈ.